1913 ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമം ഈ രാജ്യത്ത് കൊണ്ടുവരികയുണ്ടായി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്ന 1913 വഖഫ് നിയമം 1954 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ സർക്കാർ ഒരു ഭേദഗതിയിലൂടെ അതിന് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുകയും ആ നിയമം ഈ രാജ്യത്ത് പ്രാബല്യത്തിലാവുകയും ചെയ്തു. 1954 പ്രാബല്യത്തിൽ വന്ന ആ വഖഫ് നിയമം പിന്നീട് 1995-ലും 2013-ലും ഭേദഗതികൾക്ക് വിധേയമായ ശേഷം ഇന്ന് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് സമ്പൂർണമായ അധികാരത്തോടുകൂടി വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്തി മുൻപോട്ട് പോകുമ്പോഴാണ് 2024 ഓഗസ്റ്റ് മാസം 8-ാം തീയതി അർദ്ധരാത്രിക്ക് പാർലമെന്റ് അംഗങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ അവകാശം മുഴുവൻ ഏതാണ്ട് 9.4 ലക്ഷം ഏക്കർ വസ്തു ഇന്ത്യൻ റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫ് പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയുടെ അവകാശം മുഴുവൻ രാഖി രാമാനം തട്ടിയെടുക്കുവാൻ വേണ്ടിയുള്ള ക്രൂരമായ ഒരു ബില്ലാണ്, നിയമമാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ബില്ലിനെതിരായി ഭാരതത്തിലെ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി ഒരു പോരാട്ടത്തിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടിയപ്പോൾ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ദക്ഷിണ കേരളത്തിലെ ഈ പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിൽ ഈ ബില്ലിന്റെ നിരാകരണത്തിന് വേണ്ടി അതിശക്തമായ പോരാട്ടത്തിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പ്രസ്ഥാനം ഇഖ്ലാസിൽ കുറിത്ത പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹീതമായ ഓർമ്മകൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ദക്ഷിണ മുൻപോട്ട് വെച്ചിട്ടുള്ള ഈ സമരം ഇന്ത്യയിലാകമാനം വ്യാപിക്കുമെന്നും ഈ ബില്ല് നിരാകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹൃദവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.